വേറൊരു ആത്മാവ്, വേറൊരു ചൈതന്യം വന്നാൽ നീയാകുന്ന ചൈതന്യം അവിടെ ഇല്ല, അപ്പോൾ നിന്നെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത്, മരിച്ചാൽ പോലും നീ എന്നെ കാണാൻ വരരുത്. മരിച്ചാൽ പോലും വെച്ചാൽ മരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് പോകുക എന്നുള്ളതല്ലേ. അപ്പം ആ ആത്മാവ് പോയി കഴിഞ്ഞാൽ നീ ആത്മാവിനെ കാണാൻ വരണ്ട. പിന്നെ കാണാൻ വരേണ്ട എന്തിനാ? നമ്മളുടെ ബോഡിയാണ്. ആ ബോഡി എന്താ? നിശ്ചലമായ ചൈതന്യമില്ലാത്ത ആ ശരീരത്തെയാണ്. അതിനാർക്കും അനുവാദം വേണ്ട. വേറൊരു ചൈതന്യം വന്ന് കണ്ടിട്ട് പോകുന്നതിന് അതിനകത്തുണ്ടായിരുന്ന ചൈതന്യം അവിടെ ഇല്ല, ആ ചൈതന്യം പോയി. അപ്പോൾ ആ ചൈതന്യം മറ്റൊരു ലോകത്തിരുന്ന് ഈ ചൈതന്യത്തെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഈ ചൈതന്യത്തിന് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? മരിച്ചു കിടന്നു കഴിഞ്ഞാൽ ബലികർമാദികളെല്ലാം ചെയ്യുമ്പോൾ അയൽവക്കത്തുള്ള ആൾക്കാർ, ദൂരെയുള്ള ആൾക്കാരെല്ലാം വന്ന്, പ്രശസ്തരായ ആൾക്കാരൊക്കെ മരിക്കുമ്പോഴും അവരുടെ മരണാനന്തര കർമ്മങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ആ ചൈതന്യത്തെ മറക്കുകയാണ്. എന്തിനാണ്? ആ ചൈതന്യം ഈ പ്രപഞ്ചത്തിൽ ലയിച്ചു പോയി. അദ്ദേഹത്തിൻ്റെ പേര് കുറേ കഴിയുമ്പോൾ മറന്നുപോയി, അല്ലെങ്കിൽ അത്രയ്ക്ക് പ്രസിദ്ധമായ തരത്തിൽ അദ്ദേഹം ഈ ലോകത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്നും നിലനിൽക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ പേര് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കൂടി തന്ന ആ നമ്മുടേതല്ലാത്ത ഒരു പേരിന് നമ്മൾ കാരണക്കാരിയായി. ആ കാരണത്തെയാണ് നമ്മൾ നിലനിർത്തുന്നത്.